നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടായി. ഇക്ക അത് ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. അത് ഇങ്ങനെ: അർദ്ധരാത്രിയിൽ കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്കുള്ളൊരു യാത്ര. ഡ്രൈവിംഗ് വളരെ ഇഷ്ടമുള്ള നമ്മുടെ മമ്മൂക്ക നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ചു വരികയായിരുന്നു. രാത്രി ആയതിനാൽ തന്നെ വലിയ തിരക്കൊന്നും റോഡിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കയുടെ വണ്ടിക്ക് കുറച്ച് സ്പീഡും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു പാലം എത്തി. ആ പാലത്തിന് അങ്ങ് ദൂരെ ഒരാൾ കൈ കാട്ടുന്നുണ്ട്. നമ്മുടെ ഇക്കയുടെ വണ്ടി കണ്ട് ഒരു പ്രായമായ ആൾ, അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. എന്തോ വേദന സഹിച്ച് ഇരിക്കുന്നതായിട്ട് തോന്നി. അർദ്ധരാത്രി സമയം പ്രായമായ ഒരാളും കൂടെ ഒരു പെൺകുട്ടി എന്തോ വേദന സഹിച്ചിരിക്കുകയാണെന്ന് നമ്മുടെ ഇക്കയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്ക കാർ അവിടെ നിർത്തി. അപ്പോഴേക്കും ഇക്കയുടെ കാറിന്റെ അടുത്തേക്ക് അയാൾ ഓടി വന്നു. ഇക്കയുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് നിറഞ്ഞ് അയാൾ എന്റെ കൊച്ചുമകളാണത്, പ്രസവവേദന സഹിച്ചിരിക്കുകയാണ്. വരുന്ന വാഹനങ്ങൾക്കെല്ലാം ഞാൻ കൈ കാണിക്കുന്നുണ്ട്, പക്ഷേ ആരും നിർത്തുന്നില്ല. പിന്നെ അർദ്ധരാത്രിയിൽ വാഹനങ്ങളും കുറവാണ്. ഒന്ന് സഹായിക്കാമോ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ? ഇതൊരു അപേക്ഷയാണ്. നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കും. കണ്ണ് നിറഞ്ഞ് അദ്ദേഹം നമ്മുടെ ഇക്കയോട് കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ഇക്ക രണ്ടുപേരെയും ആ കാറിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കാർ തിരിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിച്ചു. കാറിൽ നിന്നും വേഗം ഇറങ്ങി അദ്ദേഹം അവിടെ വിവരം അറിയിപ്പിച്ചു. അപ്പോൾ തന്നെ അവിടുത്തെ ജീവനക്കാർ ഓടി വന്നു. ആ പെൺകുട്ടിയെ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ആ ബഹളത്തിനിടയിൽ ആരും തന്നെ ശ്രദ്ധിച്ചില്ല. ഇന്നത്തെ പോലെ വലിയ വെളിച്ചമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാറിനകത്ത് ആരായിരുന്നു എന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. അവിടെ നിന്നും കാർ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ ആശുപത്രിയുടെ അകത്തു നിന്നും ഓടി വരുന്നു കാറിന്റെ അടുത്തേക്ക്. ദൈവാനുഗ്രഹത്താൽ എല്ലാം നല്ല രീതിയിൽ സംഭവിച്ചു. നിങ്ങളുടെ പേരെന്താ? ആ ചോദ്യം നമ്മുടെ ഇക്കയെ അത്ഭുതപ്പെടുത്തി. എന്റെ പേര് മമ്മൂട്ടി. ആ വെപ്രാളത്തിൽ ആ മനുഷ്യന് എന്നെ മനസ്സിലായിട്ട് പോലുമില്ല. ആ മനുഷ്യൻ മുണ്ടിന്റെ കെട്ടിൽ നിന്നും ഒരു കടലാസ് നോട്ടെടുത്ത് മമ്മൂട്ടിക്ക് നൽകി. ഇത് എന്റെ സന്തോഷത്തിന്. ആ മനുഷ്യൻ വീണ്ടും തിരക്ക് പിടിച്ച് ആശുപത്രിയിലേക്ക് ഓടിപ്പോയി. ആ കടലാസ് നോട്ട് തുറന്നു നോക്കിയപ്പോൾ അതിൽ 2 രൂപ നോട്ട്. സന്തോഷത്തോടെ ആ നോട്ട് താൻ പോക്കറ്റ്. പ്രതിഫലത്തിന്റെ യഥാർത്ഥ മൂല്യം കറൻസിയിലല്ല, നൽകുന്നവരുടെ സത്യസന്ധമായ ഹൃദയങ്ങളിലാണ് എന്നുള്ള പാഠം അവിടെ നിന്നും മനസ്സിലായി. ഇത് തികച്ചും റിയൽ സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തിരിച്ചു പറയുവാൻ മറുപടിയില്ല. കാരണം ഇത് ഞാൻ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നും കേട്ട കഥയാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇക്ക തന്നെ പറയണം. നിങ്ങൾ ഈ സ്റ്റോറി ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അടുത്ത നല്ല വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.